തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കിറ്റ് വാർത്ത വരുന്നുണ്ട്. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. കൽപ്പറ്റ നഗരസഭ 5-ാം വാർഡ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടികൂടിയത്. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ പരിശോധന നടത്തി. ഭക്ഷ്യക്കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമമെന്നാണ് LDFന്റെ ആരോപണം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് ചെയ്തു. സുർജിത്ത്, ഈ കിറ്റ് ഇത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ എത്തിച്ചെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നുണ്ടോ? ഇപ്പോൾ എന്താണ് അവിടെ പോലീസ് നടപടി? എന്താണ് സ്ഥാനാർത്ഥിയുടെ വിശദീകരണം? സുഹൈൽ, ഈ സ്ഥാനാർത്ഥിയുടെ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. അവർ വീട് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മളോട് സംസാരിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യക്തമാവുന്ന കാര്യം. എന്തായാലും LDFന്റെ ആരോപണം ഈ കിറ്റുകൾ നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കിറ്റുകൾ എത്തിച്ചത്. ഒരു ഓട്ടോറിക്ഷയും 15 ഭക്ഷ്യക്കിറ്റുകളുമാണ്. അരി, മറ്റ് പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ അടങ്ങിയ ആ കിറ്റുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ആ കിറ്റുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കൽപ്പറ്റ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കിറ്റുകളെല്ലാം തന്നെ പിടിച്ച് എടുത്തത്. അത് വീടിന്റെ പുറത്ത് ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കിറ്റുകൾ ഉണ്ടായിരുന്നത്. ആ കിറ്റുകളെല്ലാം തന്നെ പൂർണ്ണമായും പോലീസ് ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയും ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ വിവരം അറിയിച്ച ശേഷം മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതേസമയം ഈ UDF സ്ഥാനാർത്ഥി ചിത്രയുടെ കുടുംബത്തിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അവർ നമ്മളോട് സംസാരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ സംസാരിക്കുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ നൽകുന്നതാണ്. വീട് ഗേറ്റ് അടച്ചിട്ട നിലയിലാണ്. പുറത്ത് LDF പ്രവർത്തകരുണ്ടായിരുന്നു. LDF പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആരോപണം ഇത് വോട്ടർമാർക്ക് നൽകി സ്വാധീനിക്കാനുള്ള ശ്രമമാണ്. അതായത് ഈ കിറ്റുകൾ എത്തിക്കുന്ന കടയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ LDF പ്രവർത്തകർ ശേഖരിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ അടക്കം വെച്ചുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടേക്ക് എത്തുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥൻ, അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ SI ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞ കാര്യം ഇത് കോടതിയെ അറിയിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. ആ അറിയിച്ചതിന് ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും. അതായത് കേസെടുക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുശേഷമാകും ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും ആ നടപടിയുമായി ബന്ധപ്പെട്ട് പോലീസും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ കിറ്റ് കൊണ്ടുവന്ന ഓട്ടോറിക്ഷയും ഭക്ഷ്യക്കിറ്റുകളും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് അത് എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു മാസത്തേക്ക് വേണ്ട സമ്പുഷ്ടമായ കിറ്റാണ്. എന്തായാലും 15 സമാനമായ ഒരേ സാധനങ്ങളുള്ള 15 കിറ്റുകൾ സ്ഥാനാർത്ഥി വീട്ടിലെ ആവശ്യത്തിന് വേണ്ട. അപ്പോൾ എന്തിനെത്തിച്ചു എന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥി മറുപടി പറയണം. എന്തായാലും പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.